ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടു വീഡിയോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ഡൈവാസ്റ്റിക് ഓപ്പൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വീണ്ടും മുത്തമിട്ടു. ഇത് 3-ാം തവണയാണ് ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി നേടുന്നത്. ആദ്യമായിട്ട് ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി നേടുന്നത് 2002-ലാണ്. അതായത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ആയിരുന്നു ഫൈനൽ. പക്ഷേ ആ ഒരു മത്സരം മഴ മൂലം 2 തവണ നടത്തി. 2 തവണയും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതുകൊണ്ട് അത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വീതിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പങ്കിട്ടു എന്ന് പറയാം ആ ഒരു ട്രോഫി. അതായിരുന്നു ഇന്ത്യ ആദ്യമായി നേടിയത് ICC ചാമ്പ്യൻസ് ട്രോഫി. അതിൽ സൗരവ് ഗാംഗുലി ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതായത് സേവാഗിൻ്റെയൊക്കെ മനോഹരമായ, അല്ലെങ്കിൽ വീരേന്ദ്ര സേവാഗിൻ്റെ ഉദയം കണ്ട ഒരു ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു ആ ICC ചാമ്പ്യൻസ് ട്രോഫി 2002 നടന്നത്. അതിനുശേഷം 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ പിന്നെ ഒരു ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിടുന്നത്. 2013 MS ധോണി ക്യാപ്റ്റനായിരുന്നു. MS ധോണിയുടെ ടീമിൽ, MS ധോണിയുടെ കീഴിലുള്ള ടീം ശിഖർ ധവാനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടീമിലായിരുന്നു പിന്നീട് ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടിയത് 2013. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം, വീണ്ടും ഒരു 12 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇപ്പോഴും 2025 വീണ്ടും ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഈ തവണ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. അങ്ങനെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഇന്ത്യ കിരീടം നേടിയിരിക്കുകയാണ്. 2020 ലോകകപ്പിന് ശേഷം വീണ്ടും ഇത് ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയിരിക്കുന്നു. വേൾഡ് കപ്പിൽ 50 ഓവർ വേൾഡ് കപ്പിൽ നമ്മൾ ഫൈനലിൽ പുറത്തായെങ്കിലും 2020 ലോകകപ്പ് നമ്മൾ നേടി. ഇപ്പോഴിതാ ICC ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ നേടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഫോർമാറ്റുകളിലും ഫൈനലിൽ എത്തിച്ച ഒരു നായകൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമായി. അതായത് T20 വേൾഡ് കപ്പ്, ICC ചാമ്പ്യൻസ് ട്രോഫി, അതോടൊപ്പം ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, അതോടൊപ്പം 50 ഓവർ വേൾഡ് കപ്പ്, അങ്ങനെ എല്ലാ ടൂർണമെൻറ്റുകളിലും, അല്ലെങ്കിൽ ICCയുടെ എല്ലാ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിലെല്ലാം ഫൈനലിൽ എത്തിച്ചു വന്ന റെക്കോർഡും ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. ന്യൂസിലൻഡിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. മുന്നിൽ നിന്ന് രോഹിത് ശർമ്മ നയിച്ചപ്പോൾ ഇന്ത്യയുടെ വിജയം, അല്ലെങ്കിൽ ആദ്യമൊക്കെ നല്ലൊരു തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് കോഹ്ലിയും രോഹിത്തും ഒക്കെ പോയപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചെങ്കിലും പിന്നീട് ഇന്ത്യ വിജയത്തിലേക്ക് എത്തി. ഏതായാലും വളരെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു രോഹിത് ഫൈനലിൽ കാഴ്ചവെച്ചത്. അതുവരെ ഫോമിലേക്ക് വരാത്ത, അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിലുടനീളം വലിയ ഫോമിലേക്ക് വരാത്ത രോഹിത് അവസാനം ഫൈനലിൽ ക്യാപ്റ്റൻ്റെ റോളെന്നാണ് നമുക്ക് കാണിച്ചു തന്നു. വിമർശകരുടെ വായടച്ചു. അദ്ദേഹത്തിനൊക്കെ ബോഡി ഷെയ്മിങ് ചെയ്തവർക്കൊക്കെ അദ്ദേഹം തൻ്റെ വിജയത്തിലൂടെയാണ്, കപ്പ് മേടിച്ചെടുത്തുകൊണ്ടാണ് മറുപടി നൽകിയത്. ഏതായാലും വളരെ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹം ഫൈനലിൽ കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയാം. അതങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിടുന്നു, ദുബായിൽ വെച്ച് നടന്ന. ഏതായാലും വളരെ നല്ല സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു മാച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ടത്. ശ്രേയസ് അയ്യരുടെ ഡാൻസൊക്കെ വൈറലായി. അതോടൊപ്പം സുനിൽ ഗവാസ്കറിൻ്റെ ഡാൻസും വൈറലായി. അങ്ങനെ പഴയ ആ ഒരു ജഡേജയൊക്കെ 2013 ആ ഒരു സെലിബ്രേഷൻസ് റീക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടീം നടത്തിയത്. ഏതായാലും നാട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും നല്ലൊരു സ്വീകരണം ഇവിടെയും ലഭിക്കും. ഇവിടെയും ഒരു സെലിബ്രേഷൻ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ രോഹിത്തിൻ്റെ തലയിൽ മറ്റൊരു പൊൻകിരീടം കൂടി വന്നിരിക്കുകയാണ് രോഹിത്തും കോഹ്ലി ടീമിൻ്റെ. പിന്നെ രോഹിത്തും കോഹ്ലിയും കൂടെയുള്ള സെലിബ്രേഷൻസും വളരെ സ്റ്റംപ് കൊണ്ടുള്ള ആ ഒരു സെലിബ്രേഷനും വളരെ നമുക്ക് തന്നെ കണ്ടപ്പോഴൊരു സന്തോഷം തോന്നി. രണ്ടുപേരുടെയും ആദരവിട്ട ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ആ ഒരു സന്തോഷം അവർ ആ സെലിബ്രേഷനിലൂടെ കാണിച്ചപ്പോൾ നമുക്കും അതൊരു സന്തോഷമായി, ഇമോഷണലി വളരെ സന്തോഷമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും 12 വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു വിജയം എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. അതോടൊപ്പം ബാക്ക് ടു ബാക്ക് 2020 ലോകകപ്പ് കഴിഞ്ഞ വർഷം, ഈ തവണ ഇതാ ICC ചാമ്പ്യൻസ് ട്രോഫി, ഇനി വേൾഡ് കപ്പ് വരാനിരിക്കുന്നു. അതും നമുക്ക് വളരെ പ്രതീക്ഷ നൽകുകയാണ്. രോഹിത് ശർമ്മ ഏതായാലും വിരമിക്കുന്നില്ല എന്ന തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതും നമുക്കൊരു പോസിറ്റീവായിട്ടൊരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നിരുന്നാലും ഒട്ടേറെ വിമർശനങ്ങളുണ്ടായിട്ടും അതിനെല്ലാം മറികടന്ന് അദ്ദേഹം നമ്മുടെ ടീമിനെ വിജയത്തിലെത്തിച്ചു, കപ്പിൽ മുത്തമിട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.